ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഫിസിക്സ് കോർണർ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇത് നിങ്ങൾ കൂടുതലായിട്ട് കുറേ എക്സസൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതൊക്കെ ഓക്കെ, ശരിക്കും നല്ലോണം, അതായത് ഒരു മാർക്ക് പോലും പോകണ്ട എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാം. പക്ഷേ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ 2018 മുതൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 18-ലെ 2 ക്വസ്റ്റ്യൻ പേപ്പർ, 19-ലെ 2 ക്വസ്റ്റ്യൻ പേപ്പർ, 20-ലെ 1 ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പോൾ ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ അതിലൊന്നും തന്നെ ഇതിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇത് കണ്ടെത്താനുള്ള രീതിയിൽ, അതായത് ഇതുപോലെ സൊല്യൂഷൻ കാണാനുള്ള രീതിയിലൊക്കെ വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാനും അങ്ങനത്തെ പോർഷനൊന്നും ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഡീപ്പായിട്ട് ചോദിക്കുന്നില്ല എന്നർത്ഥം. ജനറൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമേ അവിടെ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് അവിടെ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന, അതിന്ന് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ റയർലി അതിൻ്റെയും മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ, ആ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ജസ്റ്റ് ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണാൻ പറ്റുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ മാക്സിമം ചോദിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പോർഷൻ ഞാൻ വേഗം തീർക്കുകയാണ്. ബട്ട് സിലബസിൽ തന്നതുകൊണ്ട് ജസ്റ്റ് 1-2 എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്നുള്ളത് കൂടി ഒന്ന് സൂചിപ്പിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇനി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന കേസസ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത ഇക്വേഷൻസൊക്കെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ റൈറ്റ് സൈഡ് 0 ആയിട്ടുള്ള കേസസ് അല്ലേ. അപ്പോൾ ആ കേസിലാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടെത്തുന്നത്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടെത്തേണ്ട ആവശ്യം വരാത്തത് അവിടെയാണ്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എപ്പോഴാണ് കണ്ടെത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ ഒരു എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്ന കേസിലാണ്. അതാണ് ഈ ക്യൂ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇനി നമ്മൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള പല മെത്തേഡ്സാണ് പറയുന്നത്. അതായത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഓഫ് ദി ഇക്വേഷൻ എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ക്യൂ. എഫ് ഓഫ് ഡി ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ ഡി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ നമുക്ക് ഡിയുടെ ടേംസിൽ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, d² അല്ലെങ്കിൽ d² + 2d + 3 എന്നോ അങ്ങനെ എന്താ വെച്ചാൽ ഡിയുടെ ടേംസിൽ നമ്മൾ എഴുതിയില്ല. ഇത് ഫംഗ്ഷൻ ഓഫ് ഡി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഫ് ഓഫ് ഡി എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ക്യൂ, വേർ ക്യൂ ഇസ് എനി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന കേസിൽ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/f ഓഫ് ഡി ഇൻറ്റു ക്യൂ എന്ന് ചെയ്യുകയാണ് വേണ്ടത്. അത് നമ്മൾ ഓരോ ഫോമും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു ഫോം എന്ന് പറയുന്നത് വെൻ ക്യൂ ഈസ് ഓഫ് ദ ഫോം e⁻ax where a is a constant and f of a is not equal to 0, then particular integral can be evaluated as 1/f of d into e⁻ax that is equal to 1/f of a into e⁻ax. അതായത് e⁻ax എന്നാണ് ക്യൂവിൻ്റെ ഫോം എന്ന് വരുന്നതെന്ന് വിചാരിക്കാം. അവിടെ a എന്ന് പറയുന്നൊരു സ്കെയിലർ, ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇവിടെ എഫ് ഓഫ് ഈ ഒരു ഫോം കണ്ടില്ലേ, അപ്പോൾ അതിൽ എഫ് ഓഫ് എ 0 ആവരുത്, നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ 0 ആയത് ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ പോവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് എ 0 ആവരുത് എന്നുള്ള കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് അങ്ങനെയാകുമ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ പി ഐ ഈസ് ഈക്വൽ ടു 1/f ഓഫ് എ ഇൻറ്റു e⁻ax എന്നുള്ള ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. d²y/dx² - 7dy/dx + 6y is equal to e⁻2x എന്നുള്ള കേസ് എടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം ടോട്ടൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y is equal to കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ആണ്.
കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഓഫ് ദിസ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ കാണാം? ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ എം സ്ക്വയർ മൈനസ് 7m പ്ലസ് 6 ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അപ്പോൾ കിട്ടുന്ന എമ്മിൻ്റെ വാല്യൂസ് എന്താണെന്ന് നോക്കാം. ഇവിടെ m-1 ഇൻറ്റു m-6 ഈക്വൽ ടു 0 എന്ന് എഴുതാം, ഫാക്ടറൈസ് ചെയ്താൽ അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ എം വിൽ ഹാവ് ദ വാല്യൂസ് ഓഫ് 1 and 6 അല്ലേ. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്ന ജനറൽ ആയിട്ട് നമ്മളൊക്കെ എങ്ങനെ എഴുതാം? അതായത് വി ഹാവ് 2 distinct values of m. So the common form is c1 e raised to ആദ്യത്തെ 1 വരെ e raised to x plus c2 e raised to second root mൻ്റെ വാല്യൂ 6 ആണ്, e raised to 6x അല്ലേ. അപ്പോൾ c1 e raised to x plus c2 e raised to 6x അങ്ങനെയാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ ജനറൽ ഫോം വരാം. ഇനി ഈ കേസിൽ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ എങ്ങനെയാണെന്നുള്ള ഫോമാണ് ഇ റേസ് ടു എ എക്സ് എന്നുള്ളൊരു ഫോമല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ 1/f(d) ഇൻറ്റു ഇ റേസ് ടു എ എക്സ് എന്ന് വരുന്നു, ഈക്വൽ ടു 1/f(a) ഇൻറ്റു ഇ റേസ് ടു എ എക്സ്. ഇവിടെ ഇ റേസ് ടു 2x, ഈ എക്ക് 2 ആണ് വാല്യൂ, എ ഈസ് ഈക്വൽ ടു 2 ഹിയർ അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ f(d) എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഫങ്ഷൻ ഓഫ് ഡി എന്നുള്ളത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എമ്മിൻ്റെ ടേംസിൽ എഴുതി. അപ്പോൾ കാരണം d/dx ക്യാപിറ്റൽ ഡി എന്ന് കൊടുത്തിട്ട് അങ്ങനെയും എഴുതാമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ d² മൈനസ് 7d പ്ലസ് 6 എന്ന് വരില്ലേ f(d) എന്ന് പറയുമ്പോൾ? ഒന്നുമില്ല, സെയിം ഈ സാധനം തന്നെ, ഇവിടെ d ആണ് ഇട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ f(d) എന്ന് പറയുന്ന ഈ ഫങ്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് എഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ f(d) എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും, ഇതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈക്വൽ ടു 1/f(d) അത് എഴുതുക, f(d) എഴുതുക, ഇൻറ്റു ഇ റേസ് ടു എയുടെ വാല്യൂ 2 ആണ് ഇവിടെ, അപ്പോൾ ഇ റേസ് ടു 2x എന്ന് എഴുതി. ഇനി 1/f(a) കൊടുക്കാനല്ലേ പറയുന്നത്, ആദ്യം f(d) എഴുതിയിട്ട് അതിൽ പിന്നെ a ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്, അപ്പോൾ ഈ ഫംഗ്ഷന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2² മൈനസ് 7 ഇൻറ്റു 2 പ്ലസ് 6 എന്ന് വരും. ചെയ്തു വരുമ്പോൾ അടിയിൽ 4 വരും, -4. അപ്പോൾ -1/4 ഇ റേസ് ടു 2x എന്നുള്ളതാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെയും പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെയും സമ്മായിട്ട് എഴുതാം. ജനറൽ സൊല്യൂഷൻ y is equal to c1 e raised to x plus c2 e raised to 6x minus 1/4 e raised to 2x. ജസ്റ്റ് കമ്പൈൻ ചെയ്ത് എഴുതി, സി എഫും പി ഐയും ഡിഫറെൻ്റായി കണ്ടു, അത് സം ചെയ്ത് എഴുതി. ഇത് ഇ റേസ് ടു എ എക്സ് എന്നുള്ളൊരു ഫോം വരുമ്പോൾ ക്യൂവിന് അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോമാണ്. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് മെയിനായിട്ട് ഇങ്ങനെ ഓരോ ഫോമിൽ വരുമ്പോൾ എന്താണ് രീതി എന്നുള്ള മെത്തേഡ് കാണാതെ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് when q is of the form sin ax or cos ax and f of minus a square is not equal to 0. ഈ കണ്ടീഷൻസിൽ പി ഐ ക്യാൻ ബി ഇവാലുവേറ്റഡ് ആസ് 1/f of d square into sin ax equal to 1/f of minus a square into sin ax എന്ന് എഴുതാം. cos ax ആണെങ്കിൽ സെയിം ഇതിന് സൈനിന് പകരം cos ax എന്ന് എഴുതാം. ഇവിടെ d square എന്ന് പറയുന്നത് -a² എന്നാണ്, -a ഹോൾ സ്ക്വയർ അല്ല കേട്ടോ, -a² എന്നാണ് അവിടെ വരുന്നത്. അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ നമ്മൾ d² y by dx² plus y is equal to cos 2x എന്നുള്ള ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഓക്സിലറി ഇക്വേഷൻ n² plus 1 equal to 0 എന്ന് എഴുതിയിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ കാണുന്നതാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. അപ്പോൾ n² is equal to -1 വരും, ദാറ്റ് ഇസ് n is equal to plus or minus i എന്ന് വരും. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ ജനറൽ ഫോം
പറയുന്നത് ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് സൈൻ ബീറ്റ എക്സ് അല്ലേ, സോറി ഇവിടെ C2 ഉണ്ട്, C2 സൈൻ ബീറ്റ എക്സ് എന്നല്ലേ. അപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 0 ആണ്, കാരണം ഐ എന്നുള്ള ഒരു ഫോം മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഐ അല്ലെങ്കിൽ മൈനസ് ഐ, അപ്പോൾ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ വരുമ്പോൾ ആൽഫ 0യും ബീറ്റ 1ഉം ആണ് വരുന്നത്. അപ്പോൾ ഈ റേസ് ടു 0 1 ആയി പോവും. അപ്പോൾ C1 കോസ് എക്സ് ബീറ്റ 1 അല്ലേ പ്ലസ് C2 സൈൻ എക്സിന് കോംപ്ലിമെൻ്ററി ഫംഗ്ഷനെ നമുക്ക് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഇക്വൽ ടു 0 എന്നല്ല ഇക്വേഷനിൽ വരുന്ന കോസ് 2x എന്നുള്ള ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ നമുക്ക് കാണണം. അപ്പോൾ അതിനുള്ള ഫോമാണ് 1/f(d²) cos ax എന്ന് പറയുന്നത്. അത് ഈക്വൽ ടു 1/f(-a²) sin ax എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ a is equal to 2 ആണ്. ഇവിടെ നമ്മൾ 1/f(d²) എന്ന് പറഞ്ഞാൽ എന്താ, d² + 1 ആണ് അല്ലേ, ഇൻറ്റു കോസ് 2x എന്ന് എഴുതി. സോറി, ഇവിടെ ഞാൻ മാറിയിട്ട് സൈൻ എഴുതിയിരിക്കുന്നു കേട്ടോ. കോസ് എക്സ് സൈൻ ആയാലും കോസ് ആയാലും അവിടെ വരുന്നത് സെയിം ആണ്, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതി മാറിപ്പോയിട്ട് സോറി. അപ്പോൾ കോസ് എക്സ്, അപ്പോൾ അതായത് ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ കോസ് 2x എന്ന് എഴുതി. 1/2 അല്ലേ എ, അപ്പോൾ -a² എന്നുള്ളത് -(a)² അല്ല കേട്ടോ, -(a² ആണ്. 2² ആണ്, a² എന്ന് പറഞ്ഞാൽ 2² 4 -(4) വരും പ്ലസ് 1 cos 2x, അതായത് -1/3 cos 2x എന്ന് വരും. നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രലും കിട്ടും. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം, CF + PI എഴുതുമ്പോൾ C1 cos x + C2 sin x -1/3 cos 2x എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ cos 2x എന്ന് പറഞ്ഞ കേസ് ഇത് സൈൻ ആണെങ്കിൽ എല്ലാം ഇപ്പോൾ ഇവിടെ പകരമൊക്കെ സൈനാണ് വരാനേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഫോർ ഇങ്ങനത്തെ ഒരു ഫോമിന് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ.